നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം കേരളത്തിൽ രണ്ട് പാർട്ടികൾക്കുണ്ടായുള്ള വൻ തകർച്ച ഓരോ ദിവസവും നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ വിജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അതോടൊപ്പം പരാജയപ്പെട്ടുള്ള ഏറ്റവും വലിയ പരാജയം സംഭവിച്ചു എന്ന് പറയുന്നത് CPM-നാണ്. എന്നാൽ ആ പാർട്ടിയെക്കാളും ഭീകരമായി തകർച്ചയുണ്ടായിട്ടുള്ളത് BJP-ക്കാണ് എന്നുള്ളതാണ് സത്യം. ഇന്ത്യ ഭരിക്കുന്ന BJP, അതായത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായ ശേഷം ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേരും പ്രശസ്തിയും വർദ്ധിച്ചു. BJP-ക്ക് വൻ മുന്നേറ്റമുണ്ടായി എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിലും വ്യാപകമായ രൂപത്തിൽ BJP ഗവൺമെൻറ്റിനോട് വല്ലാത്തൊരു അടുപ്പമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന ഒരു ഇലക്ഷനിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കേണ്ടതാണ്. ജനങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് BJP-ക്ക് വോട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ്? ഈ തരത്തിലുള്ള BJP-ക്ക് അനുകൂലമായിട്ടുള്ള തരംഗം എല്ലാം നിഷ്പ്രഭമാക്കുന്ന രൂപത്തിലാണ് അവിടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഏത് തരംഗത്തെയും മറികടക്കുന്ന BJP-യിലെ ഗ്രൂപ്പ് പോരും അതേപോലെ തമ്മിൽ പിണക്കവും അടിപിടിയും ഗ്രൂപ്പ് പോരാട്ടവുമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചത്. അവിടെ സ്ഥിരമായിട്ട് BJP-യിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ പുറമേ നിന്നുള്ള മുൻ കേരള കോൺഗ്രസ്സുകാരനായ ഒരു അഭിഭാഷകനെയാണ് നിർത്തിയത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വരുമ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് വൻതോതിൽ വോട്ട് കിട്ടും. കൂടാതെ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച 17,000-ഓളം ലോക്സഭയിലേക്ക് പിടിച്ച വോട്ട്, അല്ലെങ്കിൽ ദിവ്യ ഹരിദാസ് പിടിച്ച 12,000-ഓളം വോട്ട്, ആ വോട്ട് മിനിമം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു BJP നേതൃത്വത്തിനുണ്ടായത്. ആദ്യം അവിടെ ഇലക്ഷന് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. എന്നാൽ അത് പോരാ, സ്ഥാനാർത്ഥിയെ വേണം എന്നുള്ള നിലപാട് വരികയും ഇല്ലെങ്കിൽ BJP തകർന്നുപോയി എന്നുള്ള ചിന്ത വരുമെന്ന് പ്രതീക്ഷ എന്ന വിലയിരുത്തലുണ്ടാവുകയും അതിനുശേഷമാണ് അവിടെ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്ത് മോഹൻ ജോർജിനെ നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് MT രമേശ് നാട് മുഴുവൻ നടന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് കോൺഗ്രസിന്റെ താവളങ്ങളിലെല്ലാം കയറി ഇറങ്ങിയിരുന്നു. എന്നാൽ ഒരാളെയും കിട്ടിയിട്ടില്ല. അവസാനം സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള എന്താണ്? നിലമ്പൂർ ഭാഗത്തുള്ള ജില്ലാ പ്രസിഡന്റ് BJP-യുടെ സുരേന്ദ്രന്റെ ഗ്രൂപ്പാണ്. കേരളത്തിൽ ഇപ്പോൾ കുറേ കാലമായി ഗ്രൂപ്പുകളെ കംപ്ലീറ്റ് ഇല്ലാതാക്കാനാണ് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. അദ്ദേഹം വന്ന ശേഷം ആ ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോഴുള്ള പല നേതാക്കന്മാരെയും ഇപ്പോൾ ഇതുവരെ BJP എല്ലാ തരത്തിലും കറവപ്പശുക്കളായി മാറ്റി പണം പിരിച്ചെടുത്ത് കോടാനുകോടി സമ്പാദിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നേതാക്കന്മാരെയെല്ലാം മാറ്റി നിർത്തി കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ താഴെ തട്ടുള്ള അണികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പദ്ധതിയുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയത്. അതിന് അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ സപ്പോർട്ട് ആദ്യഘട്ടത്തിൽ ലഭിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് മനസ്സിലായി, ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് മനസ്സിലായി തങ്ങളെ ഇത് ഇല്ലാതാക്കും, തങ്ങളുടെ കച്ചവടം ഇല്ലാതാക്കും എന്നുള്ളത് മനസ്സിലായി. ഇവിടുത്തെ പല നേതാക്കന്മാർക്കുള്ള സമ്പാദ്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 400 കോടി വന്നതിൽ 10-40 കോടി രൂപ മാത്രമാണ് ഇവിടെ ചെലവഴിച്ചത്. ബാക്കിയെല്ലാം തട്ടിക്കൊണ്ടുപോയത് എങ്ങനെയെന്ന് സുരേന്ദ്രന് നന്നായിട്ട് അറിയാം. അതിന് മുമ്പത്തെ തവണ 2016-ൽ 200 കോടി രൂപയാണ് കേരളത്തിൽ ഹവാല വഴി ഇവിടെ ഇലക്ഷൻ ചെലവിന് എത്തിയിട്ടുള്ളത്. അന്ന് മുരളീധരനായിരുന്നു പ്രസിഡന്റ്. അന്ന് ആ പണം എവിടെ പോയി എന്ന് ഇവിടെയുള്ള ഒരൊറ്റ കുട്ടിക്കും അറിയുമില്ല. മാക്സിമം പോയാൽ 20 കോടി ഇവിടെ ചെലവാക്കി ബാക്കി 150 കോടി രൂപയും വിദേശത്തെത്തി എന്നുള്ള കഥകളാണ് BJP-ക്കുള്ളിൽ നിന്ന് വന്നത്. അതേപോലെ തന്നെ സുരേന്ദ്രന് കർണാടകയിലടക്കം 5-6 ബാറുണ്ട്. അതേപോലെയുള്ള എല്ലാ സംവിധാനങ്ങളായി കഴിഞ്ഞു. വിദേശത്ത് യൂസഫ് അലിയുടെ അടക്കം സ്ഥാപനങ്ങളിൽ വലിയ നിക്ഷേപങ്ങളായി കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പിന്നീട് പ്രചരിക്കുകയുണ്ടായി. ഇവിടെയുള്ള പല നേതാക്കന്മാർക്കും മെഡിക്കൽ കച്ചവടവും അതേപോലെ വണ്ടി കച്ചവടവും ഒക്കെ ആയിട്ട് കോടാനുകോടി രൂപകളാണ് ഉണ്ടാക്കിയെടുത്തുള്ളത്. അവർക്ക് ഇലക്ഷൻ വന്നാൽ ചാകരയാണ്. പല പ്രമുഖരായ ആളുകളിൽ നിന്നും പണം വാങ്ങുക, വോട്ട് കച്ചവടം നടത്തുക, ആ രൂപത്തിൽ പണം ഉണ്ടാക്കുക. BJP-യെ വിറ്റ് തൊലച്ച് പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളായി മാറി ഇവരെ എല്ലാവരും. അവർക്ക് ഇലക്ഷന് വിജയിക്കുകയല്ല ലക്ഷ്യം, വെറും പണമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അവർക്ക് മാർഗതടസ്സമായി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം ഇത്തരം പണത്തിന് വേണ്ടി മോഹമുള്ള ആളല്ല. BJP-യെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കാനുള്ള പരിപാടികളുമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ CPM-നെ ഇനി ഒരു കാരണവശാലും കൂട്ടുകൂടേണ്ട, അത് ചീത്തപ്പേരുണ്ടാക്കി
വോട്ടുകളെല്ലാം അതുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് പിണറായി വിജയനെ താങ്ങി നിർത്തുന്നത് കൊണ്ട് ഇവിടുത്തെ നേതാക്കന്മാർ കച്ചവടമുണ്ടാക്കി പണമുണ്ടാക്കുകയല്ലാതെ പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത് കേന്ദ്രത്തെ അറിയിച്ചു. പിണറായി വിജയൻ മുതൽ തുടങ്ങി സകല അവരുടെ അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും മകനും തുടങ്ങി ഇവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരെ കൃത്യമായി അറസ്റ്റ് ചെയ്താൽ, അവരെ ED റെയ്ഡ് നടത്തിയാൽ, അതുപോലുള്ള കൃത്യമായുള്ള കുറ്റാന്വേഷണ ഏജൻസികൾ, കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ പ്രവർത്തിച്ചാൽ ഇവിടെ CPM നിന്ന് BJPയിലേക്ക് ഒഴുക്ക് വരും. അതിന് തെളിവായിട്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നപ്പോൾ 3 ലക്ഷം വോട്ടുകൾ കിട്ടി എന്നുള്ള ഒരു വിജയ രഹസ്യം കൂടി അദ്ദേഹം പങ്കുവെച്ചു. കാരണം ആ പ്രദേശങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ BJPക്ക് ഇത്ര വളർച്ചയുണ്ടായിട്ടില്ല. അവിടെ ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെതിരെയുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രചരണം വഴിയാണ് 3 ലക്ഷത്തിലേറെ വോട്ടുകൾ CPMൽ നിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അട്ടിമറിച്ച് സൃഷ്ടിച്ച് നേടിയിട്ടുള്ളത്. കായംകുളത്തും ഹരിപ്പാടും അമ്പലപ്പുഴയിലും എല്ലാം തന്നെ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു നിലപാടെടുക്കുകയാണ് നല്ലതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ അത് നിലമ്പൂരിൽ പ്രതിഫലിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരും അതേപോലെ സുരേഷ് ഗോപിയും ഷോൺ ജോർജും അതുപോലുള്ള നേതാക്കന്മാർ അവിടെ രംഗത്തിറങ്ങിയത്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ റിസൾട്ട് മോശമായി. അത് വെറും 8562 വോട്ടുകൾ കിട്ടിയത്. അതിന് മുമ്പത്തെ തവണ 8595 വോട്ടുകൾ കൃത്യമായി കിട്ടിയിരുന്നു. അതായത് 32ഓളം വോട്ട് കുറവ്. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് 100 വോട്ട് അധികം കിട്ടിയെന്നില്ല. 8562 വോട്ടാണ് ഇത്തവണ കിട്ടിയതെങ്കിൽ കഴിഞ്ഞ തവണ 8595 വോട്ടാണ് BJP കിട്ടിയത്. അപ്പോൾ പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ അതിന് മുമ്പത്തെ തവണ 12,000 ചില്ലാൻ വോട്ട് 2016 കിട്ടിയിരുന്നു. എന്നാൽ അതിനുശേഷം സുരേന്ദ്രന് കിട്ടിയ വോട്ട് അതേപടി BJPയുടെ വോട്ടാണ്, ഉറച്ച വോട്ടാണ്, 17,000ഓളം വോട്ട്. ആ വോട്ട് എവിടെ? ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ വോട്ട്. അപ്പോൾ അവിടെ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു. അവിടെയുള്ള സ്ഥിരം വോട്ടുകൾ അവിടുത്തെ സുരേന്ദ്രന്റെ അനുകൂലിയായ BJP പ്രസിഡന്റിന്റെ സഹായത്തോടുകൂടി സ്ഥിരം വോട്ടുകൾ അട്ടിമറിച്ചു. പുതിയതായി വന്ന വോട്ടുകളാണിത്. ഈ വോട്ടുകൾ ആർക്കാണ് അട്ടിമറിച്ചു കൊടുത്തത്? CPMനാണ്, സ്വരാജിനാണ് എന്നാണ് അവിടെ നിന്നുള്ള അടിത്തട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മനസ്സിലായി. ഏകദേശം 5000-നും 6000-നും ഇടയിലുള്ള BJP വോട്ടുകൾ ആർക്ക് അട്ടിമറിച്ചു കൊടുത്തിട്ടുണ്ട്? സ്വരാജിനെ അട്ടിമറിച്ചു കൊടുത്തിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന്റെ വിരോധികളായ ഏകദേശം 5000 വോട്ടുകൾ സ്വരാജിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 66,000 വോട്ട് കിട്ടിയ സ്വരാജിന് ശരിക്കും പറഞ്ഞാൽ 11,000 അല്ല 10,000ഓളം വോട്ട് അഡീഷണൽ കിട്ടിയത് കൊണ്ടാണ് ഇതിന് എത്രയെങ്കിലും വോട്ട് പിടിച്ചത്. ശരിക്കും 55,000 വോട്ട് മാത്രമേ സ്വരാജിന് കിട്ടുമായിരുന്നുള്ളൂ. അപ്പം ഈ BJPയുടെ വോട്ട് അട്ടിമറിച്ചതിന് പിന്നിൽ അവിടുത്തെ നേതാക്കന്മാരാണ്. കൃഷ്ണദാസ് ആണ് അവിടെ നേതൃത്വം വഹിച്ചിരുന്നത് ഇലക്ഷനിൽ. അദ്ദേഹത്തിന് പരിപൂർണ ഉത്തരവാദിത്വം ഉണ്ടായാലും MT രമേശാണ് രണ്ടാമതോടെ പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അവിടെയുള്ള നേതാക്കന്മാർ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവർ തന്നെ എന്ത് ചെയ്തു? അവിടെയുള്ള പ്രാദേശികമായി ഇലക്ഷൻ രംഗത്ത് BJP വളർത്താൻ സഹായിക്കുന്ന മലപ്പുറത്തെ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്, പല നേതാക്കന്മാരുണ്ട്. അവരുടെ K വാസു മാസ്റ്ററും നാരായണൻ മാസ്റ്ററും ജനചന്ദ്രൻ മാസ്റ്ററും പ്രേമൻ മാസ്റ്ററും രശ്മിൽനാഥും അതേപോലെ അഡ്വക്കേറ്റ് അശോക് കുമാർ, രവി താലത്തും അങ്ങനെയുള്ള പ്രമുഖരായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയുന്ന BJP നേതാക്കന്മാരെ എല്ലാം മൂലയ്ക്ക് നിർത്തിക്കൊണ്ടാണ് അവിടെ ഇലക്ഷൻ പ്രവർത്തനം നടത്തിയത്. ഒരു പോസ്റ്ററോ ബാനറോ ഫ്ലെക്സോ ഒന്നും വേണ്ടത്ര ഉപയോഗിച്ചില്ല. കുറച്ച് പോസ്റ്റർ ഒട്ടിച്ചു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഫ്ലെക്സുകൾ ഒന്നും തന്നെ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. നരേന്ദ്രമോദിയോടൊപ്പം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് വലിയ ഫ്ലെക്സുകൾ വന്നിരുന്നെങ്കിൽ തന്നെ വോട്ട് സ്ഥിരമായിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് വരുമായിരുന്നു. ജനങ്ങൾക്ക് ആദ്യം തന്നെ മെസ്സേജ് കൊടുത്തത് BJP തോറ്റുപോകും എന്നുള്ളതാണ്. അപ്പോൾ BJP തോറ്റുപോകും എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് ആണ് അവിടുത്തെ നേതാക്കന്മാരെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. വളരെ ആസൂത്രിതമായി ഒരു പ്ലാനായിരുന്നു ഇവരെ ഈ നേതാക്കന്മാർക്കല്ല, K സുരേന്ദ്രനും കൃഷ്ണദാസിനും അതേപോലെ MT രമേശിനും അതേപോലെ തന്നെ ഉള്ള നേതാക്കന്മാർ V മുരളീധരനെല്ലാം ഉള്ള ഒരേ നിലപാട് എന്തായിരുന്നു അറിയാമോ? ഇത്തവണ BJPക്ക് വോട്ട് കുറഞ്ഞു കിട്ടണം. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് എന്തു നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എന്ന് കൃത്യമായി തെളിയിക്കണം. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് നിലമ്പൂരിലുള്ള. അങ്ങനെയാണ് നിലമ്പൂരിൽ രാജീവ് ചന്ദ്രശേഖരന് ഒരു അടി കൊടുക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഇവിടെ ഓട്ടിക്കാൻ വേണ്ടി, അവിടുത്തെ രാജി വെച്ച് ഓടിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കാര്യവും നടക്കില്ല, തട്ടിപ്പ് നടക്കില്ല, പണമുണ്ടാക്കുന്ന പരിപാടി നടക്കില്ല. മാത്രമല്ല പണമുണ്ടാക്കിയ ആൾക്കാരെ എല്ലാം രേഖയെടുത്ത് ലിസ്റ്റ് എടുത്ത് കേന്ദ്ര BJP കൊടുക്കും. അങ്ങനെ ഇവിടുത്തെ ഒറ്റുകാരായി മാറിയിട്ടുള്ള ഈ നേതാക്കന്മാരെ എല്ലാം തന്നെ വരയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് വട്ടത്തിനുള്ളിൽ കൊണ്ടുവന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുകയും ഇത്തരം നേതാക്കന്മാരെ മാറ്റി നിർത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരെ
അങ്ങനെയുള്ള താഴെത്തുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നന്നാവുക എന്നുള്ള വിവരമാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹി കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല പിണറായി വിജയനെതിരെയും CPM ഗവൺമെന്റിനെതിരെയും ശക്തമായ നിലപാടെടുത്താൽ മാത്രമേ കേരളത്തിൽ വളരാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം കൃത്യമായി വിവരങ്ങൾ കൊടുത്തത്. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുണ്ട് മടക്കി കുത്താനും അറിയാം, വേണമെങ്കിൽ പച്ച തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞൊരു ഡയലോഗിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ അറിയുന്ന ഒരാളാണ് ഞാൻ എന്ന് കൃത്യമായി തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കോർ മീറ്റിങ്ങുകളടക്കം നടത്താറുള്ളത്. ഓരോരുത്തർ വന്ന് പറയുന്ന കഥകൾ കേൾക്കാതെ നിങ്ങൾ ഇന്ന പണി ചെയ്യേ, ഇതാ നിങ്ങൾക്ക് ഉള്ള പണി ഇതാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ഈ നേതാക്കന്മാരെ വരയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി, ഇവരെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രവർത്തനത്തെ മാറ്റി നിർത്തുന്നതിന് ഭാഗമായി ഒന്നുകിൽ നിങ്ങൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് മാർഗതടസ്സമായി നിൽക്കുന്ന BJPയെ വളർത്താൻ സഹായിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഇവിടെ നിന്ന് മാറി നിൽക്ക് എന്നുള്ളതാണ് അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ്. പല മീറ്റിങ്ങുകൾ അദ്ദേഹം കൃത്യമായി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുകയാണ്. കാരണം നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ല, നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരെ രാജിവെപ്പിക്കാൻ വേണ്ടി എല്ലാ അടവുകളും പയറ്റുകയാണ്. അതിലെ എല്ലാ ഗ്രൂപ്പുകളും, വി മുരളീധരൻ ഗ്രൂപ്പും K സുരേന്ദ്രൻ ഗ്രൂപ്പും കൃഷ്ണദാസ് ഗ്രൂപ്പും അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ എല്ലാം കൂടി യോജിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഓട്ടിക്കാനുള്ള തന്ത്രങ്ങളും പൊരിഞ്ഞ പോരാട്ടമാണ് BJPക്കുള്ളിൽ നടക്കുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള കേന്ദ്രത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഇവിടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ശക്തരായ നേതാക്കന്മാരും ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കന്മാരും അതുപോലെയുള്ള പാർട്ടിയുടെ അണികളും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സാധാരണ പ്രവർത്തകർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇക്കാലം അത്രയും പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് പല പദ്ധതികളുടെയും പേരിൽ പല അഡ്ജസ്റ്റ്മെന്റുകളുടെയും പേരിൽ പണം ഉണ്ടാക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് വിദേശത്തും കേരളത്തിലും മറ്റു സ്റ്റേറ്റുകളിലുമായി ബാറുകളും അതേപോലെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും അങ്ങനെയുള്ള ഇതുമായി കോടാനുകോടി രൂപ അവരുടെ കൈവശമുണ്ട്. ആ പണമെല്ലാം അതേപടി നിലനിർത്തുമ്പോൾ അവർക്ക് ഇനിയും പണമുണ്ടാക്കാൻ BJPയെ കറവ പശുവാക്കണം. അതിന് രാജീവ് ചന്ദ്രശേഖരനെ വെട്ടണം. അതാണ് അവരുടെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് BJPക്കുള്ളിൽ വരുന്നത്. പക്ഷേ വിട്ടുകൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറല്ല. അവർ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആ പോരാട്ടം രാജീവ് ചന്ദ്രശേഖർ കടുപ്പിക്കുകയാണ്. എന്നാൽ എതിർഭാഗത്തിന് കേന്ദ്രത്തിന്റെ സഹായമില്ല. ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖരനെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായുള്ള ചില സമരങ്ങൾ അവർ പ്രഖ്യാപിക്കുന്നു. ABPയെ കൊണ്ട് തല്ലുകൊണ്ട് നാണം കളിയിക്കുന്നു. വി മുരളീധരൻ അതിന് തുടക്കമിടിച്ചത് നമ്മുടെ ഭാരതാംബയുടെ പേരിലുള്ള സംഭവത്തിൽ ABPക്കാരെ ഇറക്കി തല്ലുകൊള്ളിച്ച് അതിനെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ള വിവാദത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ ചാടിക്കുക എന്നുള്ള പല പദ്ധതികളുമായിട്ടാണ് വി മുരളീധരൻ മുതൽ സുരേന്ദ്രൻ വരെ രംഗത്തുള്ളത്. എന്തായാലും BJPക്കുള്ളിൽ കനത്ത പോരാട്ടമാണ്. മുമ്പ് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ പറയാറുണ്ട്, ബൈ ഇലക്ഷനിലൊന്നും BJPക്ക് അധികം വോട്ട് കിട്ടില്ല. എന്നാൽ നേരത്തെ വടക്കാഞ്ചേരിയിൽ ശോഭാ സുരേന്ദ്രൻ നിന്നപ്പോൾ അധികം വോട്ട് കിട്ടിയില്ലേ? രാജഗോപാൽ ഇലക്ഷൻ നിന്നപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയില്ലേ? വോട്ട് കിട്ടാത്തതല്ല, അട്ടിമറിക്കുന്നതാണ്. BJP വോട്ടില്ലാത്തത് കൊണ്ടല്ല, വോട്ട് അട്ടിമറിക്കുന്നതാണ്. നമ്മളെല്ലാവരും കരുതിയിരുന്നത് CPMലും കോൺഗ്രസിൽ മാത്രം, അതായത് UDFൽ മാത്രമാണ് ഭിന്നിപ്പുള്ളതെന്നാണ്. എന്നാൽ നിലമ്പൂർ ഇലക്ഷൻ തെളിയിച്ചുള്ളത് UDF ഒറ്റക്കെട്ടാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായവരുടെ കൂടെ നിന്നു. എന്നാൽ BJPക്കൊപ്പമോ എല്ലാ തരത്തിലും കേന്ദ്രത്തിൽ വലിയ ഭരണമുണ്ടായിട്ടും ഭരണ നേട്ടങ്ങളുണ്ടായിട്ടും യുദ്ധത്തിലെ ഭയങ്കര പേരുണ്ടായിട്ടും BJPക്ക് വട്ടപൂജ്യമാണ് അഡീഷണലായി കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ BJP ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ പാതാളക്കുഴിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാലത്തും ക്ലച്ച് പിടിക്കാൻ പോണില്ല. കാരണം ഇവിടുത്തെ ഈ സംവിധാനങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും K സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അതേപോലെ കൃഷ്ണദാസിൻ്റെയും കയ്യിലാണ്. അവർ ആ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല രാജീവ് ചന്ദ്രശേഖരൻ. അത് അങ്ങനെയുള്ളിടത്തോളം BJP കുഴിയാനെ പോലെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കും. മുന്നോട്ട് പോകുന്ന യാതൊരു ലക്ഷണവുമില്ല. രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കാൻ മുന്നോട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതൊന്നും ഇവിടെ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിണറായി വിജയനെ
രക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനം, അവർ പിണറായി വിജയനുമായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തി പണമുണ്ടാക്കുന്ന തന്ത്രങ്ങൾ, ഇത് മാത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നെങ്കിൽ അതിനെല്ലാം മറികടക്കുന്ന ശക്തമായ നിലപാടുകളുമായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, BJPയിലെ സാധാരണ പ്രവർത്തകർ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തും. ഇതിനെ നശിപ്പിക്കുന്ന കിങ്കരന്മാരെയെല്ലാം അണികൾ അടിച്ചോടിക്കും. ആ രൂപത്തിൽ കേരളത്തിൽ ഒരു ഏറ്റുമുട്ടൽ, പൊരിഞ്ഞ പോരാട്ടം തന്നെ BJPയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കും നടക്കും. അതിനുശേഷം അവസാനം ശുദ്ധീകരിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിരിക്കും കേരളത്തിലുണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെയുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ക്രൈമിന് വിവരം തന്നിട്ടുള്ളത്. മറുഭാഗത്താകട്ടെ ഏത് വിധേനയും രാജീവ് ചന്ദ്രശേഖരനെ ഓട്ടിച്ചേ പറ്റുള്ളൂ, രാജിവെപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാടെടുത്ത ആളുകൾ അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. എന്തായാലും ഇതൊന്നും BJP നരേന്ദ്രമോദിയുടെയും അവരുടെ പ്രവർത്തനങ്ങളെ കേരളത്തിൽ എത്രമാത്രം മോശപ്പെടുത്തുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് സാധാരണ പ്രവർത്തകർ പോലും മനസ്സിലാവുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.